മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നമ്മള് കുറച്ച് അവകാശങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സോഷ്യൽ സയൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് അവകാശങ്ങളുണ്ട്. ഓക്കെ, ഇത് നമുക്ക് തന്നതാണെന്നറിയോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമുക്ക് കുറച്ച് അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അതിന് എന്താന്ന് പറയാ നിങ്ങൾക്ക് അറിയില്ലേ? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ കുറച്ച് അവകാശങ്ങൾ വേണം. അതാണ് ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാ നമുക്ക് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശം. എന്താണ്? അതായത് ജാതി, മത, വർഗ, വർണ്ണ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്താണ്? നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് കേട്ടോ. അവിടെ ജാതി ഒന്നും നോക്കുന്നില്ല. എല്ലാവർക്കും എന്താണ്? ഈക്വൽ ആയിട്ട് ഈക്വൽ ആണ് അല്ലെ? ലോയ്ക്ക് മുമ്പിൽ എന്തൊരു നിയമം വന്നാലും അതിനു മുമ്പിൽ എന്താണ്? എല്ലാ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട എല്ലാവർക്കും എന്താണ്? അത് ബാധകമാണ്. എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ? എന്താണ്? ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അതൊക്കെ നിങ്ങൾക്കറിയാലോ. നമുക്ക് അസോസിയേഷനുകൾ, സംഘടനകൾ രൂപീകരിക്കാൻ പറ്റും. ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാൻ, അതൊക്കെ 18 വയസ്സ് കഴിഞ്ഞാട്ടോ. ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇഷ്ടമുള്ളിടത്ത് വീട് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, എല്ലാത്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഓക്കെ, എടാ നമ്മളെ ഈ ബാലവേല മനുഷ്യനെ കച്ചവടം മനുഷ്യൻ വിൽപ്പന ചരക്കാക്കൂലേ? അപ്പൊ അതൊക്കെ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കുട്ടികളെ ഈ ഫാക്ടറികളിലൊക്കെ ജോലി എടുപ്പിക്കുന്നില്ലേ? അതായത് ചെറിയ കുട്ടികളെ ജോലി എടുപ്പിക്കുന്നൊക്കെ നിർത്തലാക്കി. ഏത് ഇതുവരാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശ പ്രകാരം യെസ്, ബാലവേലയും പിന്നെ നമ്മുടെ മനുഷ്യനെ കച്ചവടമാക്കി വിൽക്കുന്നതൊക്കെ അല്ലേ? അതായത് മനുഷ്യ കച്ചവടമൊക്കെ നിർത്തി എന്നാണ് ഈ ഒരു അതിനെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, ഓരോരോ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ പങ്കെടുക്കാനുള്ള റൈറ്റ് നമുക്ക് ഭരണഘടന നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശം. ഓക്കെ, നമ്മുടെ ലിപിയെയും നമ്മുടെ ഭാഷയൊക്കെ സംരക്ഷിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള റൈറ്റ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടന പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം. അതായത് ഈ മേൽ പറഞ്ഞ 5 നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവാ? കോടതിയിലേക്ക് പോകൂലേ? അതാണ് അതൊക്കെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശവും നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മൗലിക അവകാശങ്ങൾ 6 നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരും മക്കളെ. ബൈ.